ഹമാസിനോടും ഇറാനോടുമൊക്കെ നിലയ്ക്കാതെ യുദ്ധങ്ങൾ ചെയ്ത് നെതന്യാഹുവിന്റെ സാമാന്യബോധം തകരാറിലായോ? ഇന്റലിജൻസ് മേഖലയിൽ പരിചയമില്ലാത്ത ഒരാളെ മൊസാദിന്റെ തലപ്പത്ത് കൊണ്ടുവന്നാൽ ഇസ്രയേലിന്റെ ചാരനിരീക്ഷണങ്ങൾ തകിടം മറിയില്ലേ? എന്തുകൊണ്ടാണ് നെതന്യാഹു ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്? മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ എന്ന 49-കാരൻ ഇസ്രയേലി ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ തലപ്പത്ത് വരുമ്പോൾ മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ എന്തിന് അതൊരു നല്ല ചോയ്സാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. നിലവിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മിലിറ്ററി സെക്രട്ടറിയാണ്. നെതന്യാഹുവിന്റെ വിശ്വസ്തനാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണം നേരിടുന്നതിനിടെ ഇദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഗോഫ്മാൻ ഇന്റലിജൻസ് മേഖലയിൽ മുൻ പരിചയമില്ലാത്തത് ഇപ്പോൾ വിമർശനങ്ങൾക്കിടയാക്കുകയാണ്. വിരമിച്ച സുപ്രീം കോടതി പ്രസിഡന്റ് ആഷർ ഗ്രൂണിസിന്റെ അധ്യക്ഷതയിലുള്ള ഉന്നതതല നിയമന ഉപദേശക സമിതിയുടെ പൂർണ്ണ അംഗീകാരത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നിലവിലെ മേധാവി ഡേവിഡ് ബാർണയുടെ 5 വർഷത്തെ കാലാവധി ജൂണിൽ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമനം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം 2026 ജൂലൈ 2 ഗോഫ്മാൻ സ്ഥാനമേൽക്കും. 5 വർഷത്തേക്കാണ് നിയമനം. മേഖലയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ വലിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്ന ഒരു നിർണായക സമയത്താണ് പുതിയ നിയമനം. പക്ഷെ അവിടെ ഇദ്ദേഹത്തിന് ഇന്റലിജൻസിന്റെ രംഗത്ത് വലിയ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കൂടുതൽ ഈ നിയമനം ശ്രദ്ധേയമാവുമ്പോൾ തന്നെ കൂടുതൽ വിമർശനത്തിന് വിധേയമാവുകയാണ് ഈ നിയമനത്തിന് സമിതി അംഗീകാരം നൽകിയ വിവരം ഞായറാഴ്ച എക്സിലൂടെ നെതന്യാഹു സ്ഥിരീകരിച്ചിരുന്നു. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഗോഫ്മാൻ വലിയ സംഭാവനകൾ നൽകുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 2 വർഷമായി തന്റെ സൈനിക സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഗോഫ്മാൻ വളരെ ധീരനും സർഗാത്മകതയുമുള്ള മികച്ച ഉദ്യോഗസ്ഥനാണ് എന്നാണ് നെതന്യാഹുവിന്റെ പ്രശംസ. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഉൾപ്പെടെ അസാധാരണമായ പ്രൊഫഷണൽ മികവുണ്ട്. തന്ത്രപരമായ ഇടപെടലുകളാണ് ഗോഫ്മാൻ കാഴ്ചവെച്ചത് എന്നും നെതന്യാഹു അഭിമാനിക്കുന്നു. നെതന്യാഹുവിന്റെ വിശ്വസ്തനാണ്. നെതന്യാഹുവിന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ് റോമൻ ഗോഫ്മാൻ. 2024 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സൈനിക സെക്രട്ടറിയായി ചുമതലയേറ്റു. പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായ വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ ഗോഫ്മാൻ ഇസ്രയേൽ പ്രതിരോധ സേനയിൽ നെതന്യാഹുവിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി നടപ്പാക്കുന്നതിന് പൂർണ്ണ മേൽനോട്ടം വഹിച്ച വ്യക്തിയാണ്. ബെലാറസിൽ ജനിച്ച അദ്ദേഹം 1990 14-ാമത്തെ വയസ്സിലാണ് കുടുംബത്തോടൊപ്പം ഇസ്രയേലിലേക്ക് കുടിയേറിയത്. IDF ആർമേഡ് കോർപ്സിൽ ചേർന്ന ഗോഫ്മാൻ ഉയർന്ന പദവികളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. മുൻനിര പോരാട്ടങ്ങളിൽ നിന്ന് പിന്മാറുന്നതിന് മുൻപ് സൈന്യത്തിൽ ഡിവിഷൻ കമാൻഡറായും മികച്ച നിലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. യുദ്ധമുഖത്തെ ധീരത. ഹമാസിന്റെ നേതൃത്വത്തിൽ 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണ സമയത്ത് സിലിം പരിശീലന കേന്ദ്രത്തിന്റെ കമാൻഡറായിരുന്നു ഗോഫ്മാൻ. ആക്രമണ വിവരം അറിഞ്ഞ ഉടനെ ഗാസ അതിർത്തിയിൽ എത്തിയ അദ്ദേഹത്തിന് സെഡ്രോട്ടിലെ ഷാർ ഹനഗവിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിനായി പോരാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഹമാസിനെ പരാജയപ്പെടുത്തിയ ശേഷം ഗാസ മുനമ്പിൽ ഇസ്രയേൽ സൈനിക നിയന്ത്രണം എക്കാലവും നിലനിർത്തണം എന്ന് ശുപാർശ ചെയ്ത ഗോഫ്മാൻ സൈനിക സെക്രട്ടറി ആകുന്നതിന് മുൻപ് ഒരു വിവാദ നയരേഖയും തയ്യാറാക്കിയിരുന്നു. ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്രയേൽ സേനയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം എന്നതായിരുന്നു ഇതിലെ പ്രധാന നിർദ്ദേശം. ഇത് ഉന്നത നയരൂപീകരണ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കും ഒപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വഴിയൊരുക്കുകയുണ്ട്. എന്തായാലും നെതന്യാഹു ഒന്നും കാണാതെ ഇത്തരത്തിൽ ഒരു നിയമനം നടത്തുകയില്ല എന്ന് ഉറപ്പാണ്. ചുമ്മാ കണ്ണുമടച്ച് എന്തെങ്കിലും നിയമനം നടത്തുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും സംഭവിക്കില്ല എന്നത് ഉറപ്പായിരിക്കെ എന്തിനാണ് ഇത്തരത്തിലൊരു നിയമനം എന്ന ചോദ്യവും ശക്തമാണ്. എന്തായാലും വരട്ടെ, കാത്തിരുന്ന് തന്നെ കാണാം എന്നാണ് ഇസ്രയേൽ ലോകത്തിനോട് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.